കുലദേവത ഏതൊരു വംശത്തിൻ്റെയും പുണ്യ വെളിച്ചമാണ്. വിശാലമായ ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി ദൈവസങ്കല്പങ്ങളുണ്ടെങ്കിലും ഒരു കുടുംബത്തിൻ്റെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പരമ്പരയെ മുഴുവനും കാത്തു സുരക്ഷിക്കുന്ന പുണ്യ സാന്നിധ്യമാണ് കുലദേവത. ക്ഷേത്ര മതിലുകൾക്കും അപ്പുറം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഒഴുകിയെത്തുന്ന അദൃശ്യമായ ഒരു കാവൽ വിളക്കാണ് അത്. കാറ്റിലും കോളിലും ഒലിയാതെ ഒരു വംശവൃക്ഷത്തെ താങ്ങി നിർത്തുന്ന വേരുകളാണ് കുലദേവത. തറവാട്ടിലെ കാർന്നവന്മാർ കൊളുത്തിവെച്ച ദീപങ്ങളിൽ നിന്നും പകർന്നു പോന്ന ഈ ദൈവീക ചൈതന്യം കുടുംബത്തിന് വന്നനുഭവിക്കുന്ന ദോഷങ്ങളെയും കർമ്മഫലങ്ങളെയും തട്ടിയകറ്റുന്ന ഒരു വലിയ കവചമാണ്. മറ്റേത് വലിയ പുണ്യസങ്കേതങ്ങളിൽ പോകുന്നതിനു മുൻപും സ്വന്തം കുലദേവതയുടെ തിരുനടയിൽ മനസ്സ് വണങ്ങണമെന്നാണ് പഴമൊഴി. വിവാഹത്തിന്റെ മംഗളം, കുട്ടികളുടെ ആദ്യ ചുവടുവെപ്പുകൾ എല്ലാം ഈ തിരുമുറ്റത്താണ് പണ്ട് സമർപ്പിച്ചിരുന്നത്. ജീവിതത്തിന്റെ വലിയ സന്തോഷങ്ങളിൽ ആദ്യത്തെ വഴിപാടും ആദ്യത്തെ പ്രാർത്ഥനയും ഈ തറവാട്ട് ദൈവത്തിനുള്ളതായിരുന്നു. നാം ജനിച്ച മണ്ണും നമ്മുടെ രക്തവും പൂർവികരുടെ പ്രാർത്ഥനകളും ചേർന്നൊരുക്കിയ വംശത്തിന്റെ സ്വന്തം ദൈവമാണ് കുലദേവത. അത് ജന്മസിദ്ധമായി ലഭിക്കുന്നതാണത്. മോഹൻജിയുടെ കുലദേവതാ ക്ഷേത്രമായ കുണ്ടൂർക്കുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിന്റെ 1ാം വാർഷികമായിരുന്നു ഈ കഴിഞ്ഞ 19-20 ദിവസങ്ങളിൽ. അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാം. ഇത് മോഹൻജി പറയാറുള്ള അനുജനങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ നടയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ എങ്ങനെയാണ് പ്രതിഷ്ഠയൊക്കെ നടന്നത്, അതൊക്കെ ഒന്ന് തുടക്കമൊക്കെ ഒന്ന് പറയാം. ശരിക്ക് ഈ തൃപ്രയാറടുത്ത് ആണ് പാതിരിശ്ശേരി തറവാട്. ആ തറവാട്ടിലത്തെ പരദേവതയാണ് അയ്യപ്പസ്വാമി. വനശാസ്താവായിട്ടാണ് അദ്ദേഹത്തിൻ്റെ. ഒപ്പം വേട്ടേക്കര സ്വാമിയുടെ ചൈതന്യം ഉണ്ടെന്നാണ് മോഹൻജി പറയാറുള്ളത്. അവിടെ കാലം കൊണ്ട് അവിടെ തറവാട് അവിടെ ഉണ്ടെങ്കിലും ആൾക്കാരില്ലാതാവുകയും പ്രായമായപ്പോൾ അവർ മകൻ്റെ കൂടെ പോയി. അപ്പോൾ പിന്നെ അവിടെ അമ്പലം നോട്ടം മോശമായി. അപ്പോൾ അമ്പലം നോക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള മോഹൻജിനെ പല കൊല്ലങ്ങളിലും ചില വഴിപാട് കൊടുത്തയക്കുമ്പോൾ അവിടെ സ്വീകരിക്കാനോ അത് ഭഗവാന് നിവേദിക്കാനോ പറ്റാത്ത സാഹചര്യം വന്നു. അപ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രമല്ല കുറേ ചീത്ത ഫലങ്ങൾ അവരുടെ കുടുംബത്തിൽ കാണാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എന്ത് വേണം എന്നിപ്പോൾ ഞാനായിട്ട് ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്പലം മാറ്റിക്കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല, ദേവപ്രശ്നം വെക്കണം. അപ്പോൾ അങ്ങനെ അവിടെ ഈ ദേവപ്രശ്നം നടത്തിയപ്പോൾ ഭഗവാൻ ഇങ്ങോട്ട് വരാൻ തയ്യാറുണ്ടോ എന്നാണ് ആദ്യം നോക്കിയത്. തയ്യാറുണ്ട്, നോക്കുന്ന ആരായാലും ഞാൻ കൂടെ പോകാൻ തയ്യാറാണെന്ന് പ്രശ്നത്തിൽ കണ്ടത്. അപ്പോൾ അത് നോക്കിയ ജ്യോതിഷികൾ പറഞ്ഞു ഒരുപാട് ദോഷങ്ങൾ നിങ്ങളുടെ തറവാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ദുർമരണങ്ങൾ, അകാല മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും അത് സംഭവിക്കാൻ ഇനി അടുത്ത് തന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ വളരെ താമസമില്ലാതെ വിത്തിൻ 1 ഇയർ വീണ്ടും ഇങ്ങനെ അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ശരിയാണ്. ഓരോ മരണം 4 വയസ്സിലാണ് മോഹൻജിയുടെ ആദ്യത്തെ കുട്ടി മരിച്ചത് ആക്സിഡൻറ്റ്. പിന്നെ അതുമാതിരി ഇതിന് മോഹൻജിയുടെ ചെറിയച്ഛൻ്റെ മകള് ഒരു മാരേജൊക്കെ കഴിഞ്ഞ് 30 വയസ്സിൻ്റെ താഴെ എത്തുമ്പോഴാണ് ലിവർ സിറോസിസ് വന്ന് മരിച്ചത്. അതുമാതിരി മറ്റൊരു വല്യച്ഛൻ്റെ മകൻ്റെ മകൻ അയാളും 24 വയസ്സായപ്പോഴാണ് പെട്ടെന്ന് മരിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ഇനിയും വരും എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രമല്ല, എന്തായാലും ഇങ്ങനെ ഒരു ദേവനെ അനാഥാക്കിടാൻ പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് മോഹൻജിക്കുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ എവിടേക്ക് കൊണ്ടുവരണമെന്ന് ചർച്ച വന്നു. ഞാൻ പറഞ്ഞു മോഹൻജിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മോഹൻജിയുടെ അമ്മയുടെ ഷെയറുണ്ട്, അപ്പോൾ ആ ഒന്നിന് വയ്ക്കാൻ അവർക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ അവിടെ ആദ്യം അവർ ഷെയറിൽ കിട്ടിയില്ലെങ്കിലും ഈ ഭാഗത്ത് അവിടെ വേറെ ചില ഈ മറ്റേ ഇതിൻ്റെ വാസ്തു ബന്ധപ്പെട്ട ആൾക്കാർ നോക്കിയപ്പോൾ ചില തകരാറുകൾ കണ്ടെത്തിയപ്പോൾ ആ സ്ഥലം അത്ര അമ്പലം വയ്ക്കാൻ നന്നല്ല, കൃഷിക്ക് പറ്റും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ ഭാഗത്ത് ഇതെൻ്റെ ഉള്ള ഭാഗത്താണ്, അത് ഇതിലേക്ക് മാറ്റി അമ്പലത്തിൽ അമ്പലം മോഹൻജി ഭാരത് സേവാ ഫൗണ്ടേഷനാണല്ലോ ഇപ്പോൾ നടത്തുന്നത്. മോഹൻജിയുടെ കീഴിലുള്ള പല സംഘടനകളിൽ ഈ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നതാണ് മോഹൻജി ഭാരത് സേവാ ഫൗണ്ടേഷൻ. അങ്ങനെ ഇവിടെ അമ്പലത്തിൻ്റെ പണി തുടങ്ങി. അങ്ങനെയാണ് അതിൻ്റെ തുടക്കം ഉണ്ടായത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടി എന്നൊക്കെ, അതിനെ പറ്റി അത് എനിക്ക് വ്യക്തിപരമായിട്ടല്ല എന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പരദേവതയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു കുടുംബത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാനാണ് സാധ്യത. പൊതുജനം ഇവിടെയും ധാരാളം പോപ്പുലേഷനുള്ള സ്ഥലമല്ല. അപ്പോൾ ജനങ്ങൾ വരാനൊക്കെ വല്ലാത്ത വിഷമം ഉണ്ടാവുമോ അല്ലെങ്കിൽ വരില്ലേ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് ആ പ്രശ്നം ഇല്ല എന്ന് മനസ്സിലായി. ഇത് കുടുംബക്ഷേത്രമാണെങ്കിലും ആർക്കും വന്ന് പ്രാർത്ഥിക്കാനും വഴിപാട് നടത്താനും സൗകര്യമുണ്ട്, സ്വാതന്ത്ര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ജനങ്ങൾ വരാൻ തുടങ്ങി.
അങ്ങനെ വന്നു ഇപ്പോൾ ഈ അമ്പലം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ മോഹൻജിയുടെ ഈ പ്രഭാഷണത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷം കൊണ്ട് ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടുള്ളൂ. വളരെ വേഗം മാറ്റങ്ങൾ വന്നു. അതിപ്പോൾ ഇനിയും ഇതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി ബാക്കിയുണ്ട്, കുറച്ചല്ല പലതും ചെയ്യാനുണ്ട്. ഭാവിയിൽ ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് തന്നെ ശാന്തി മഠം ഉണ്ടാക്കണം. അങ്ങനെ പല വർക്കുകൾ ചുറ്റുമതിൽ ഉണ്ടാക്കാണ്ട് അങ്ങനെ പല വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു കോൺട്രാക്റ്റ് വഴിക്കാൻ ചെയ്തിരുന്നത്. അതിന് പലപ്പോഴും കാലതാമസം വരികയും പ്രവർത്തനം വേണ്ടത്ര മുന്നോട്ട് പോകില്ല കണ്ടപ്പോൾ പിന്നെ ആ കോൺട്രാക്റ്ററെ മാറ്റി പിന്നെ നേരിട്ട് ഞങ്ങൾ ഇവിടെ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേവദാസും അതുമാതിരി മോഹൻജിയോട് ഞാൻ സംസാരിക്കും. അങ്ങനെ മോഹൻജിയുടെ അഭിപ്രായം ഞാനാണ് ഇവിടെ ഇതിൻ്റെ ഒരു പിന്നിൽ നിന്നുകൊണ്ട് പണികൾ നടത്തിക്കുന്നത്. ഇവിടെ വരുന്ന പ്രാർത്ഥിക്കുന്നവർക്ക് ഫലം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുണ്ട്. അതിപ്പോൾ മോഹൻജിയുടെ മറ്റേ ഇന്റർനാഷണൽ ഫാമിലി തന്നെ പല മെമ്പർമാർക്കും പറഞ്ഞു. മോഹൻജിയുടെ ഏറ്റവും ബന്ധപ്പെട്ട, ഞാൻ പേരുകൾ പറയും ശരിയല്ല, ഏറ്റവും അടുത്ത ആൾക്കാർ തന്നെ അവരുടെ സാമ്പത്തികമായിട്ട് ചില ക്രയവിക്രയങ്ങൾക്ക് എത്രയായാലും ശരിയാവാത്ത സാഹചര്യം വന്നപ്പോൾ മോഹൻജി പറഞ്ഞു ഇവിടെ ഒരു വഴിപാട് നേർന്നോളൂ പറഞ്ഞു. അത് നേർന്നിട്ട് ഒരാഴ്ചക്കകം അവർ വിചാരിച്ചേക്കാൾ അവർ വസ്തു കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ടാവും. മറ്റേത് എന്തെല്ലാം വന്നാലും എന്തെങ്കിലും തടസ്സം വരും. അത് വളരെ വിഘ്നേശ്വരനെ പോലെയാണ് അവിടെ ശാസ്താവ് പ്രവർത്തിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ തന്നെ ലോക്കൽ നമ്മുടെ ഈ കുണ്ടൂർക്കുന്നപ്പുറം പ്രദേശത്ത് തന്നെ പലരും വന്ന് വരുന്നുണ്ട്. ഇവിടെ എല്ലാ വിഭാഗം, ഇവിടെ മോഹൻജി അമ്പലം തുടങ്ങിയപ്പോൾ തന്നെ ഇതിലൊരു വിവേചനമില്ല, ജാതി ചിന്തകളില്ല, ഏത് ജാതിക്കാർക്കും വരാം. ഒപ്പം തന്നെ മതപരമായിട്ടും ഇവിടെ ഭഗവാനെ വിശ്വാസത്തോടു കൂടിയിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ശബരിമല അയ്യപ്പൻ്റെ അവിടെയൊക്കെ ആർക്കും പോകാൻ, ഇത് അയ്യപ്പസ്വാമിയാണല്ലോ. ആ നിലയ്ക്ക് ആദ്യം തന്നെ അങ്ങനെ ആയതുകൊണ്ട് ജനത്തിന് ഇതിനോടൊരു പ്രത്യേക മമതയില്ല. മറ്റു കുറച്ച് പരമ്പരാഗത ക്ഷേത്രങ്ങളിലൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു യാഥാസ്ഥിതികളുണ്ടാവും. ഇതവിടെ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതിൽപ്പെട്ട ചില ആൾക്കാർ തന്നെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ മറ്റേ ഇവിടെ തൊട്ട് വീട് താമസിക്കുന്ന ദിവസേന ഇവിടെ വന്നിട്ട് പുഷ്പാഞ്ജലി നടത്തുന്ന ആൾക്കാരുണ്ട്. പിന്നെ ശനിയാഴ്ചകളിൽ എല്ലാ ശനിയാഴ്ചകളിലും നല്ല തിരക്കുണ്ട്. അയ്യപ്പന് ശനിയാഴ്ച പ്രധാനമാണല്ലോ. അല്ല, ഇവിടെ ആരോ പറയണ്ടായിരുന്നു പക്ഷാഘാതം വന്നിട്ട് ഇവിടത്തേക്ക് ഒരു വഴിപാട് കഴിച്ചപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അത് മാറി. ലോക്കലാണോ? ഇന്ന് രാവിലെ പറയണ്ടായിരുന്നു. അത് അവർ പറഞ്ഞു എന്തോ ഒരു സ്ട്രോക്ക് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട്. അതെ അങ്ങനെ പറയണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചേക്കാൾ പവർഫുൾ ആണ്. പിന്നെ പലർക്കും ഇപ്പോൾ മോഹൻജി എക്സ്റ്റെൻഡഡ് ഫാമിലി ആണല്ലോ ഞങ്ങളെല്ലാവരും, ശിഷ്യരെല്ലാവരും. അപ്പോൾ പലർക്കും ഈ കുലദേവത പരദേവതയൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും മൈത്രിയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളിൽ തോന്നിക്കാറുണ്ട് മോഹൻജിയുടെ കുലദേവത നമ്മുടെയും കുലദേവതയാണല്ലോ, അപ്പോൾ അവിടെ ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ വരാറുണ്ട്. വേറെ പറയാം, ഇപ്പോൾ നെതർലാൻഡ്സിൽ ഡോൾഫ് എന്നൊരു വളരെ ഉയർന്നൊരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പത്നി, അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് പാരാലിസിസ് പോലെ വന്നിട്ട് വളരെ അദ്ദേഹത്തിന്റെ കാര്യമായിരിക്കും ഇന്ന് രാവിലെ പറഞ്ഞത്. അത് പക്ഷേ ഈ ഇവിടുത്തെ ചികിത്സ കൊണ്ട്, ചികിത്സ എന്ന് വെച്ചാൽ വഴിപാട് കൊണ്ട് ചികിത്സ വഴിപാടായി, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അത് ഇപ്പം അധികം നടക്കും, അത്യാവശ്യം യാത്ര അടക്കം തുടങ്ങി. അതാണ് അപ്പൊ ഇവിടെ ഹോപ്പ്ലെസ് ആയതാ. കാരണം അതേപറ്റിയായിരിക്കും മോഹൻജി നേരിട്ട് കാണാൻ പറഞ്ഞു പോയി കണ്ടു പോകുന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ അസുഖം പകുതിയിലധികം മാറി. നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ഇനിയും ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്, കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയില്ല. അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടുത്തെ ഒരു ചൈതന്യത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഇനിയും നമുക്ക് എല്ലാ പ്രാവശ്യം കാണാൻ പറ്റട്ടെ, ഇനിയും വളരെ പ്രശസ്തിയിലേക്ക് പറ്റേ. അതെ ശരി എന്നാൽ ഓക്കെ, നന്ദി. ഇത് ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ഇതിൽ കിരാതമൂർത്തിയുടെയും അതേപോലെ തന്നെ വേട്ടക്കര സ്വാമിയുടെയും സാന്നിധ്യമുണ്ട്. പിന്നെ ഈ ദേവാരമൂർത്തികളിൽ ശ്രീകൃഷ്ണനുണ്ട്, നരസിംഹമൂർത്തിയുണ്ട്, ഹനുമാനുണ്ട്, ദുർഗയുണ്ട്, ദുർഗ ഭഗവതി. പിന്നെ അങ്ങനെ ഒരു പറ്റം അല്ലെങ്കിൽ ഒരുപാട് മഹാകാളിയുണ്ട്, ദേവാരമൂർത്തികൾ. അതാണ് ഈ അമ്പലം. ഇത് കുണ്ടൂർക്കുന്ന് എന്നുള്ള സ്ഥലത്ത്, മണ്ണാർക്കാടിൻ്റെ അടുത്ത് അവിടെയാണ്. പരദേവതാ ക്ഷേത്രം എന്ന് പറയുമ്പോൾ മോഹൻജി ഫാമിലിയുടെ തന്നെ പരദേവതാ ക്ഷേത്രം. അത് പക്ഷേ ഈ ഭഗവാൻ ഒരു സ്വയംഭൂവാണ്. അപ്പോൾ അവിടെ എത്രയോ ജനറേഷൻസ് ആയിട്ട് പൂജിച്ചിരുന്നതാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇത് അവിടെ തൃശ്ശൂർ അടുത്തുള്ള മുട്ടിച്ചൂരിൽ പതിരിശ്ശേരി മനയിൽ ഇങ്ങോട്ട്. അപ്പൊ ഇപ്പൊ ഇത് ശരിക്കും മോഹൻജിയുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ കൂടെ കുലദേവതയായിട്ട് ഇതിപ്പോ പബ്ലിക്കിന് കൊടുത്തല്ലോ. പബ്ലിക്കിലേക്ക് എല്ലാം കൊടുക്കുക വെച്ചാല്
പബ്ലിക്കിന് അല്ല ആക്സസ് ഞാനിത് ചോദിക്കാൻ കാര്യം ഇപ്പൊ ചിലർക്ക് കുലദേവത പരദേവത ആരാന്ന് അറിയില്ല. അതല്ല. അപ്പൊ അവർക്ക് അതിന് പകരം മോഹൻജിയുടെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് അവർ എന്നെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അത് ആ ബലം കിട്ടുന്നുണ്ട്. ഫലം കിട്ടുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. നമ്മളങ്ങനെ പറഞ്ഞു ജയിക്കേണ്ട കാര്യമില്ല, അവരുടെ ഉള്ളിൽ തോന്നേണ്ട കാര്യം. അപ്പോ അവര് പല ആൾക്കാരും പല രാജ്യത്തും വരുന്നുണ്ടല്ലോ, അവർക്കപ്പോ ഈ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ബലം കിട്ടുന്നുണ്ട്. അപ്പൊ അവരോട് വരും. അതെങ്ങനെ തന്നെ വന്നു ചേരുന്നുണ്ട്. അത് കുറെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ റൂട്ട്സ് ഒക്കെ മാറിയിരിക്കണം, റൂട്ട്സ് ഒക്കെ പോയിട്ടുണ്ട്. അല്ല എന്നാലും നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ, നിങ്ങളുടെ കുലദേവത അറിയില്ലെങ്കിൽ ചെയ്തോളൂ എന്ന് പറയാലോ. പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഫലം കിട്ടും. ഓക്കെ, താങ്ക്സ്. എല്ലാവർക്കും ഒരിക്കലെങ്കിലും അവിടെ പോയി തൊഴുവാൻ സാധിക്കട്ടെ. ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.